ഹായ് മക്കളെ, +2 ബോർഡ് എക്സാമിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം. അതിനൊപ്പം 2025 നീറ്റ് അല്ലെങ്കിൽ JEE ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതില്ലേ? ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസിലോ അല്ലെങ്കിൽ IIT-കളിലോ NIT-കളിലോ ഒക്കെ നമുക്കൊരു അഡ്മിഷൻ എടുക്കണ്ടേ? ഇതൊക്കെയാണ് നിങ്ങളൊരു ആഗ്രഹം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആൾറെഡി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മളിങ്ങനെ പഠിച്ച് പോയാൽ മാത്രം പോരാ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയണ്ടേ? അതിന് നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതുക തന്നെ വേണം. കാരണം പരീക്ഷകൾ എഴുതുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുക, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുക, ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആണോ എന്ന് അറിയുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് ഇനി സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകും. അതിൻ്റെ സ്കോർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ മോക്ക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ വരാൻ പോകുന്ന നീറ്റിന് അല്ലെങ്കിൽ JEEക്ക്. മക്കളെ, ഈ വരുന്ന 29-ാം തീയതിയാണ് സൈലത്തിൻ്റെ അടുത്ത GAB വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും GABക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓരോ GABയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ നമ്മൾ ലക്ഷക്കണക്കിന് കുട്ടികളോടാണ് മാറ്റിവെക്കാൻ പോകുന്നത്. നിങ്ങൾ JEEക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഓരോ വർഷവും 10 ലക്ഷത്തിലധികം കുട്ടികളോടാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. നീറ്റിനാണെങ്കിലോ 23 ലക്ഷത്തിലധികം കുട്ടികളോടാണ് നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷകളെല്ലാം മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, 29-ാം തീയതി നടക്കുന്ന GAB നമ്മൾ ഗംഭീരമായിട്ട് എഴുതും. ഓൾ ദി വെരി ബെസ്റ്റ്.